Father, we thank you, Father, for this സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് അങ്ങയുടെ സന്ധിയിൽ അരിപ്പന്ന വലിയ സാവകാശത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ വിശ്വസ്തയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എത്രത്തോളം ഞങ്ങളെ കർത്താവെ നടത്തിയ അങ്ങയുടെ എല്ലാ കൃപയ്ക്കായിട്ടും സ്തോത്രം. മക്കളെങ്കിലോ അവകാശികൾ കർത്താവെ അങ്ങയുടെ വചനം ഓർപ്പിക്കുന്നല്ലോ. പശ്ചാത്മാവൽ നയിക്കപ്പെട്ടവരാകുന്നു കർത്താവെ അങ്ങയുടെ പുത്രന്മാര് ഞങ്ങളെല്ലാം കർത്താവെ ആ കൊച്ചു പിള്ളേരുടെ സ്പിരിച്വൽ സ്റ്റേറ്റിൽ നിന്ന് കർത്താവെ ഞങ്ങളെ ആത്മീയ പുത്രന്മാരാക്കി തീർക്കുന്ന അങ്ങയുടെ വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ ഹിതം ഞങ്ങളെല്ലാം കർത്താവെ പുത്രന്മാരുടെ കൂട്ടം ഈ ലോകത്തിൽ പ്രവർത്തിക്കാനാവുന്നല്ലോ. കർത്താവ് ഈ ലോകത്തിൽ പ്രവർത്തിച്ചതുപോലെ ഞങ്ങൾ കർത്താവ് ജീവിക്കാനാവുന്നല്ലോ. അങ്ങയുടെ താല്പര്യം. അതിനായിട്ട് സ്തോത്രം. അതിനായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ നടത്തിപ്പിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ അങ്ങക്ക് ഒരു അബദ്ധങ്ങളും ഇല്ലല്ലോ. അങ്ങയുടെ പ്ലാൻ പ്രകാരം കർത്താവെ ഹല്ലേലൂയ അതിനോട് ചേർന്ന് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ കേൾക്കുന്ന വചനം ഹല്ലേലൂയ ഞങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് കർത്താവെ അവിടെ ഒരു ഹല്ലേലൂയ റെവലേഷൻ തരുവാൻ ഹല്ലേലൂയ ഒരു വെളിച്ചപ്പാട് റെവലേഷൻ തരുന്നതിനായിട്ട് സ്തോത്രം. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ തരുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. സമയത്തിനായിട്ട് സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വെളിച്ചപ്പാടല്ല, സോറി. വെളിച്ചപ്പാടെന്ന് പറയാൻ കേസ് വേറെ ആയല്ലോ. ഓക്കെ, എങ്ങനെയുണ്ടാ പറഞ്ഞ പോലെ ഐ മീൻ ഐ ഹോപ്പ് എല്ലാവരുടെയും ഫെയ്ത്ത് ലെവല് ഐ ബിലീവ് ഇസ് ഗ്രോയിങ് അല്ലേ? നമ്മള് ഐ മീൻ നമ്മൾ കുറെ കാര്യങ്ങൾ ആക്ച്വലി ഇവിടെ കണ്ടു. അപ്പൊ നമ്മുടെ അറിവിനനുസരിച്ച് നമ്മുടെ റെവലേഷൻ വർദ്ധിക്കുന്നല്ലേ. നമുക്ക് നോളജ് കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് അത് ക്രിയ ചെയ്യും. അത് ക്രിയ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ആത്മീയ നിലവാരം അല്ലേ. അത് എല്ലാത്തിനും കണക്കാണ്, സെയിമാ. മീൻ നമ്മളിപ്പം ഒരു ജോലിയിലോട്ട് പ്രവേശിച്ചു, ആദ്യം അവർ നമുക്ക് ട്രെയിനിങ് തന്നു. ട്രെയിനിങ് തന്നു കഴിഞ്ഞ് അവര് നമ്മൾ അവിടെ 10 വർഷം അവിടെ ആ ഒരു കമ്പനി വർക്ക് ചെയ്ത് ആ 10 വർഷം നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമോ? ട്രെയിനിങ് 1-2 മാസം കാണും അല്ലെ മാക്സിമം. അത് കഴിഞ്ഞ് അവര് നമ്മളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മുടെ അടുത്ത് പറയും. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ അല്ലെങ്കിൽ എന്നാ പറ്റും? അവര് നമ്മളെ പറഞ്ഞ് വെളിവിടും അല്ലേ. ഓഫ് കോഴ്സ് കർത്താവ് കൃപയുള്ള കർത്താവായതുകൊണ്ട് നമ്മളെല്ലാം പിടിച്ചു വെച്ചോണ്ടിരിക്കും. പക്ഷെ നമുക്ക് പുത്രത്വത്തിന്റെ ആ ഒരു അതോറിറ്റിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കർത്താവിന്റെ ഹിതം നമ്മളെല്ലാം പുത്രന്മാരായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനാവുന്നല്ലോ. അപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആ ലെവലിലോട്ട് നീങ്ങാൻ പറ്റും. നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിൽ എഫക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. നമുക്ക് പല കാര്യങ്ങളും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു സിക്നസ് വരുമ്പം അല്ലെങ്കിൽ ഒരു ഡിമോണിക് ഇൻവോൾവ്മെന്റ്, അതെല്ലാം നമുക്ക് യു ബി ഏബിൾ ടു ഗ്രാസ്പ് ഇറ്റ് സ്ലോലി. ഞാൻ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി, ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രീച്ചിങ് ലാബ് ഉണ്ടായിരുന്നേ. അപ്പം പ്രീച്ചിങ് ലാബില് ഞങ്ങൾക്ക് 3 പേര് ആ ഒരു ക്ലാസ് അവറിൽ സംസാരിക്കുന്നത് 12 മിനിറ്റ്, 12 മിനിറ്റ്സ് ഒരാള്, അത് കഴിഞ്ഞ് 12 മിനിറ്റ്സ് വേറെ ഒരാള്, 12 മിനിറ്റ്സ് വേറെ ഒരാള്. അപ്പൊ നമ്മൾ ഓർക്കും 12 മിനിറ്റ് കൊണ്ട് എന്തോ പ്രസംഗിക്കാനാണ് നമ്മൾ ഓർക്കും. 12 മിനിറ്റ്സ്. പക്ഷെ 12 മിനിറ്റ്സിനകത്ത് യു ക്യാൻ സ്പീക്ക് പ്രിറ്റി എഫക്റ്റീവ്ലി. ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു കാര്യം എന്തെന്ന് അറിയുമോ? ഈ കൂട്ടത്തിനകത്ത് ഐ മീൻ സംസാരിച്ച് പബ്ലിക്കായിട്ട് സംസാരിച്ച് പരിചയമുള്ളവരുണ്ട്, ആദ്യമായിട്ട് സംസാരിക്കുന്നവരുണ്ട്, വചനം ഒരുമാതിരി ഗ്രിപ്പ് ചെയ്ത് കിട്ടി വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ ഞാൻ കണ്ടെന്നാ അറിയാമോ, എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ഇത് എനിക്കൊന്ന് ഓൾമോസ്റ്റ് 2 മന്ത്സോളം ഉണ്ടായിരുന്നു. എല്ലാ ട്യൂസ്ഡേയും എല്ലാ വെനസ്ഡേയും ഞങ്ങൾക്ക് 1 അവർ പ്രീച്ചിങ് ലാബ്. ഈ ഓരോ ദിവസവും നടക്കുന്ന ക്ലാസ്സിലും ആദ്യത്തെ ആളും 2ാമത്തെ ആളും 3ാമത്തെ ആളും എടുക്കുന്ന മെസ്സേജ് അത് ആരാന്ന് നോക്കിയാൽ അറിയാം. ഇപ്പം ഞാനിപ്പോ ഇന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ
ഞാൻ കഴിഞ്ഞ അല്ലെങ്കിൽ എന്റെ കൂടെ അന്ന് സംസാരിക്കുന്ന ആരാന്ന് എനിക്ക് ഷീറ്റ് നോക്കി അറിയാം. പക്ഷെ അതിനൊക്കെ ആരും മെനക്കെടും. അപ്പം ഇവര് ഈ 3 പേര് സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടല്ല, ഡിസ്കസ് ചെയ്തിട്ടല്ല ആരും സംസാരിക്കുന്നത്. ഈ 3 പേര് സംസാരിക്കുന്നതിനകത്ത് ഒരു കോമൺ ത്രെഡ് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു കണക്ഷൻ ആ 3 മെസ്സേജസിൽ കൂടെ എല്ലാ സെഷനിലും കാണാൻ പറ്റും. അപ്പം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാതെ ചിലര് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക് എടുത്ത് ഷെയർ ചെയ്യുന്നതിനകത്ത് പോലും പരിശുദ്ധാത്മാവിന്റെ ഒരു കൈ ഉള്ളതുള്ളതാ രസം. മനസ്സിലായോ? അപ്പൊ അത് എനിക്ക് എന്തോ കോൺഫിഡൻസ് തരുന്ന അറിയുമോ? അതെനിക്ക് തരുന്ന കോൺഫിഡൻസ് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടും അപ്പുറം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇൻവോൾവ് ആണെന്നുള്ള ഒരു കാര്യം എന്നെ അത് ഓർപ്പിക്കുന്നുണ്ട്. പിടികിട്ടിയോ പറഞ്ഞേ? അതുകൊണ്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് വി ആർ ഡിറ്റാച്ച്ഡ് ഫ്രം ദി ഹോളി സ്പിരിറ്റ്. നമ്മളെല്ലാം ഇപ്പോൾ ഓർക്കും, അയ്യോ ഞാൻ ചെയ്യുന്നത് കർത്താവിന്റെ ഹിതം വല്ലതും ആണോ? കർത്താവിന് എത്ര മാറിയാണ് ഞാൻ ഓടുന്നത്? ആത്മീയമായിട്ട് വളരാൻ താല്പര്യപ്പെടുന്ന നമ്മളെല്ലാം അത് ചിന്തിക്കും, ഇല്ലേ? പക്ഷേ അപ്പൊ നമുക്ക് എനിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല, ദാറ്റ് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമ്മള് കർത്താവിന് വേണ്ടി ജീവിക്കാൻ താല്പര്യപ്പെട്ടാല് ദ ഹോളി സ്പിരിറ്റ് ഇസ് വെരി മച്ച് ഇൻ കൺട്രോൾ. നമ്മള് കുറെ കാര്യങ്ങൾ നോക്കി ഞാൻ റിവൈസ് ചെയ്യാൻ പോകുന്നില്ല, ബിക്കോസ് നമുക്ക് റിവിഷൻ വേണമെങ്കിൽ വി കൻ ഓൾവേസ് ഗോ ബാക്ക് ടു യൂട്യൂബ് ആൻഡ് ടേക്ക് എ ലുക്ക്. അവിടെ കിടപ്പുണ്ടല്ലോ. 2 Corinthians 5:7 പോകാമോ? For we do not walk by faith but by sight. 5:7 വായിക്കാൻ ആരെങ്കിലും? കിട്ടുന്നൊരു വായിച്ചാണ്, വെയിറ്റ് ചെയ്യണ്ട ആർക്കും വേണ്ടി. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. നമ്മള് കാഴ്ചയാലല്ല, നമ്മള് വിശ്വാസത്താല നടക്കുന്നത്. ഓക്കെ, ഇതൊരു ഒത്തിരി ഒരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിളാ. നമ്മള് എങ്ങനെ ജീവിക്കുന്നത്? നമ്മൾ വിശ്വാസത്തല്ല നടക്കുന്നത്, നമ്മൾ വിശ്വാസത്തല്ല ജീവിക്കുന്നത്. ഒരു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഓക്കെ, നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയുമോ? നമുക്ക് എപ്പോഴും കാഴ്ചയിൽ ഓടാൻ താല്പര്യം. ഓക്കെ, കർത്താവിന്റെ and my God will supply all my need according to his riches and glory, Philippians 4:19 പറയുന്നു. അപ്പൊ നമുക്ക് ആ ഒരു വേഴ്സിൽ കോൺഫിഡൻസ് എപ്പോഴാണ് പൊതുവെ വരുന്നത്? നമ്മുടെ ബാങ്ക് ബാലൻസ് ഫുൾ ആയിരിക്കും, ഇഷ്ടം പോലെ കാശുള്ളപ്പം, ഇഷ്ടം പോലെ എല്ലാം ഉള്ളപ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു ടെൻഷനും ഇല്ല, അല്ലേ? കാര്യം എന്താ? നമ്മൾ ഈ കണ്ണുകൊണ്ട് ഓടുക, കാഴ്ചയല്ല നമ്മൾ ഓടുന്നത്. അപ്പം നമ്മള് ആ ഒരു കാഴ്ചയിലല്ല നമ്മുടെ ഫോക്കസ് വേണ്ടിയത്. ബിക്കോസ് ഈ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാ, അല്ലെ? അല്ല, ഒരു പോർഷൻ ആണല്ലോ. നമ്മള് ജീവിക്കേണ്ടത് ഉള്ളിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിന്റെ റെവലേഷൻ ഇല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ കണ്ണിന്റെ മുന്നേ നമ്മൾ എന്നാ വെക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾ ഓടുന്നത്. നമ്മൾ ഓടുന്നത് നമ്മൾ കാര്യം കാണുന്നത് പോലെ ആയിരിക്കും, നമ്മൾ തൊടുന്നത് പോലെ ആയിരിക്കും. പക്ഷെ ഗോഡ് ഡസന്റ് വാണ്ട് us to be there. കർത്താവിന്റെ താല്പര്യം നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ട് ഓടാനാണ്. കർത്താവ് സാത്താൻ വന്ന് കർത്താവിന് പരീക്ഷണം, കർത്താവ് എന്താ പറഞ്ഞേ? മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ്, അപ്പം കൊണ്ട് മാത്രമല്ല. ഓക്കെ, അത് ആക്ച്വലി ലിറ്ററലി ട്രൂ ആ. മനസ്സിലായോ? നമ്മൾ ഓർക്കും ഇതെന്ത് വലിയ തിയറി ആണല്ലോ, വലിയ ഫിലോസഫി. അല്ലല്ല, അത് ഫിലോസഫി അല്ല, അത് യാഥാർത്ഥ്യം. കാര്യം എന്നാ? അപ്പം ഇല്ലായെങ്കിൽ നമുക്ക് കർത്താവിന്റെ വചനം ഏറ്റെടുത്ത് അത് ഏറ്റുപറഞ്ഞ് അത് ധ്യാനിച്ചാല് അപ്പം ഉണ്ടാകും നമുക്ക്. മനസ്സിലായോ? അപ്പം ഒരു സെക്കൻഡ് എങ്ങാണ്ടൊരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മള് വചനം കൊണ്ടല്ല,
അപ്പം കൊണ്ടല്ല, വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ കാഴ്ചയാലെ ഓടാൻ നമ്മൾ ശ്രമിക്കില്ല. ഓക്കെ, അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്. ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. അപ്പം ഡോണ്ട് ഗെറ്റ് ആങ്ഷ്യസ് അബൌട്ട് ഇറ്റ്. അപ്പൊ നമ്മൾ ഒരു രോഗത്തിന്റെ മുകളിൽ നമ്മൾ വിശ്വാസം ചലിപ്പിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ഒറ്റ മിനിറ്റ് കൊണ്ട് ആ രോഗം പോണമെന്നില്ല. രോഗം പോവും, പക്ഷെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പറയും ഇല്ലല്ല, നിനക്ക് രോഗമുണ്ട്, നിനക്ക് രോഗമുണ്ട്, കണ്ടില്ലയോ, നിനക്ക് ഇപ്പോഴും തല കറങ്ങുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും ഹാർട്ട് ബീറ്റ് ഒത്തിരി ഹൈ ആ, നിനക്ക് ഇപ്പോഴും സ്കിന്നിൽ അലർജി ഉണ്ട്, നിനക്ക് ഇപ്പോഴും ആസ്മ ഉണ്ട്, നിനക്ക് ക്യാൻസർ, ഇത് നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ വാ തുറന്ന് പറയണം, ഞാൻ കാഴ്ചയാൽ ഓടുന്ന അല്ല, ഞാൻ വിശ്വാസത്താൽ ഓടുന്ന വ്യക്തിയാ. നമ്മൾ വാ തുറന്ന് പറയണം. ഓക്കെ, നമ്മൾ അങ്ങനെ കാഴ്ചയാൽ ഓടുമ്പം വരാൻ പോകുന്നത്, നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മൾ കുലുങ്ങും. മനസ്സിലായോ? ഞാൻ ആക്ച്വലി എനിക്ക് ക്യാൻസർ വന്നപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ മമ്മി വീട്ടിലിരിപ്പുണ്ട്. ഞാൻ അവിടെ വീട്ടിൽ പോയി സുനും പിള്ളേരും എല്ലാം ആഫ്രിക്കയിൽ തന്നെ നിന്നു. ഞാനൊരു 2.5 months ഞാൻ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്തു. ഓക്കെ, വചനത്തെ മെഡിറ്റേറ്റ് ചെയ്തു. കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവെ എന്നെ ഈ ക്യാൻസർ ഓവർകം ചെയ്യാൻ എന്നെ സഹായിക്കണേ, അതിനായിട്ടുള്ള റിസോഴ്സസ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒത്തിരി വിശ്വസ്തമായിട്ട് അതെല്ലാം കൊണ്ടു തന്നു. അപ്പം ഞാൻ എന്നെ ചെയ്തു, ഞാൻ ട്രിവാൻഡ്രത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം ഒരു ആൾക്ക് ക്യാൻസർ വന്നു കഴിയുമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഓടും അല്ലേ, പോയി ഒന്ന് സംസാരിക്കാൻ, ഒരു ആശ്വാസ വാക്ക് പറയാനൊക്കെ നമ്മളെല്ലാം ഓടും. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എനിക്ക് പപ്പയുടെ മമ്മിയുടെ റിലേറ്റീവ്സ് അവിടെ എല്ലാം ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ല, പക്ഷെ നമുക്ക് നെയ്ബേഴ്സ് ഉണ്ട്, ചുറ്റുപാടൊക്കെ ആൾക്കാരുണ്ട്. ഞാൻ മമ്മിയുടെ അടുത്ത്, എൻ്റെ എൽഡർ ബ്രദർ ഉണ്ടായിരുന്നു, പുള്ളി ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് പല പ്രാവശ്യം, പുള്ളിയും പുള്ളിയുടെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ എൻ്റെ അടുത്ത് ക്യാൻസറിനെ പറ്റി നിങ്ങൾ സംസാരിക്കില്ല. ഓക്കെ, എനിക്ക് എൻ്റെ റിലേറ്റീവ്സിനെ ആരെയും കാണണ്ട, എനിക്ക് ആരും എൻ്റെ അടുത്ത് ക്യാൻസറിനെ പറ്റി സംസാരിക്കില്ല. കാര്യം എന്തോന്നറിയുമോ? ഞാനൊരു 2.5 months വചനത്തെ ധ്യാനിക്കും. ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ മുകളിലത്തെ റൂമിൽ പോയി ഞാൻ വചനം ധ്യാനിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ഫോക്കസ് ചെയ്യുകയും ചെയ്യുക. ഞാൻ താഴോട്ട് വരുന്നില്ല, കഥ പറയാനും ഒന്നും വരുന്നില്ല. ബിക്കോസ് അതൊരു പ്രിപ്പറേഷൻ ടൈമാണ് ആണല്ലോ. ഈ ഒരാള് ഈ ഹേർഡിൽസിലെ ഒളിമ്പിക്സിലുള്ള ഈ കമ്പിന്റെ മുകളിൽ ചാടും, ഇച്ചിരി ദൂരെ നിന്ന് ഓടി വന്ന് വേണം ചാടാൻ അല്ലേ. അപ്പം നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ സൈഡിൽ നിൽക്കുന്നവർ പറയുന്ന, ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിൽക്കുന്നവർ കഥ പറഞ്ഞ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഓട്ടത്തിന്റെ സ്പീഡ് കുറയും അല്ലേ. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എനിക്ക് ആരും സംസാരിക്കുന്നത് കേൾക്കണ്ട, ആരും പറഞ്ഞ് ആരും കാണണ്ട, ബിക്കോസ് ഇവരൊക്കെ എന്തോ വന്നിട്ട് എന്തോ പറയാൻ പോന്നേ, എടാ എങ്കിലും നീ ഇച്ചിരി നിങ്ങളുടെ ആത്മീയമുള്ള ഒരുത്തനായിരുന്നല്ലോ, നിനക്ക് ഇത് വന്നല്ലോ. അപ്പൊ എന്നാ പറ്റും? നമ്മൾ ആത്മീയമായിട്ട് കാണാൻ ശ്രമിക്കുന്നതിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറ്റിയിട്ട് ഇവരറിയാതെ നമ്മുടെ ഫോക്കസ് നമ്മുടെ കാഴ്ചയിലോട്ടാക്കും ഇല്ലേ. ഞാൻ മമ്മിയുടെ ട്രിവാൻഡ്രത്തെ RCC പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത് ചിൽഡ്രൻസ് വാർഡിന്റെ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് പോകും. അതുവഴി പോകുമ്പോൾ മമ്മി പറഞ്ഞു, അയ്യോ ആ കൊച്ചിനെ കണ്ടോ, ഭയങ്കര പ്രയാസത്തിലുള്ള ഒരു ഇരിക്കുവാണല്ലോ കൊച്ച്. അപ്പൊ ഞാൻ മമ്മി അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ ആരെയും കണ്ടില്ല, ഞാൻ ആരെയും കേട്ടില്ല, ബിക്കോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഇത്രയേ ഉള്ളൂ, ഡോക്ടറെ കാണണം, ഡോക്ടർ പറഞ്ഞു വരാൻ, അതുകൊണ്ട് ഞാൻ പോയി. എനിക്ക് പ്രശ്നം ഉള്ളതുകൊണ്ടല്ല ഞാൻ പോകുന്നത്. എനിക്ക് അതിനെ വെറും വചനം കൊണ്ട് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി അന്നില്ല. അതുകൊണ്ട് ഞാൻ മെഡിക്കൽ സയൻസിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുക. അതിൽ കൂടെ കർത്താവ് വിടുതൽ തരുന്നു. മെഡിക്കൽ സയൻസ് അല്ല നമുക്ക് വിടുതൽ തരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ക്യാൻസർ വന്ന ഒരാളുടെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ ആരെയും കണ്ടില്ല, ഞാൻ ആരെയും കേട്ടില്ല, ഞാൻ അതുവഴി നടന്നെങ്കിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുന്നില്ല. കാര്യം എന്തുവാ? അത് എൻ്റെ ഫോക്കസ് കാഴ്ചയിലോട്ട് കൊണ്ടുപോകും. മനസ്സിലായോ? കാഴ്ചയിലോട്ട് പോയാൽ നമ്മുടെ ഈ വളർന്നു വരുന്ന വിശ്വാസം കുലുങ്ങും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു വിഷയത്തിനെ കുറിച്ച് ഫോക്കസ്ഡ് ആയിരിക്കുമ്പോൾ, ഒരു രോഗത്തിന്റെ വിഷയത്തിന് അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ഷാർപ്പായിരിക്കണം. സൈറ്റൻ പല സിംറ്റംസും കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും. മനസ്സിലായോ? നമ്മുടെ വിശ്വാസം കുലുക്കാൻ.
പക്ഷെ നമ്മുടെ ഫോക്കസ് ഇതായിരിക്കണം, ദൈവത്തിന്റെ വചനം മാത്രമായിരിക്കണം. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നോ അതിലോട്ട് ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ അതിലോട്ട് ഫോക്കസ്ഡ് ആയി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? നമുക്ക് കാഴ്ചയിൽ ഓടാതെ നമ്മൾ വിശ്വാസത്താൽ ഓടി തുടങ്ങും. ഞാൻ നേരത്തെ ഷെയർ ചെയ്തതുപോലെ മരുന്നെടുത്താലും നമ്മുടെ ഫോക്കസ് മരുന്നിലല്ല, കർത്താവില്ല. ബിക്കോസ് നമുക്കുള്ള ഹീലിംഗ് അവിടെ നിന്നാണ് ഇത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നത്, കാഴ്ചയാൽ അല്ല എന്ന് നമ്മൾ നമ്മുടെ തന്നെ പറയണം. അപ്പൊ നമ്മൾ ശരീരത്തിലൊരു സിംറ്റം കണ്ടു കഴിയുമ്പോൾ എന്ത് പറയണം? ഞാൻ കാഴ്ചയിലല്ല, ഞാൻ വിശ്വാസത്താൽ ഓടുന്നു. കാഴ്ച എൻ്റെ അടുത്ത് പറയുന്നു എൻ്റെ ശരീരത്തിൽ പെയിൻ ഉണ്ട്, ഞാൻ ഈ മരുന്ന് കഴിക്കുവാണല്ലോ. സൈറ്റൻ പറയും നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കകത്ത് നമ്മൾ കേട്ടില്ല ആരോട് വന്ന് പറയുന്നത്, അങ്കിളല്ലേ, ബാച്ചനല്ലേ, മരുന്ന് കഴിക്കണ്ട, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇതിന്റെ മരുന്ന് കഴിക്കുന്നത്, സൈറ്റൻ കഥ പറയും. ഓക്കെ, അപ്പൊ നമ്മൾ അവന്റെ ഈ വലിയ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസിനൊന്നും നമ്മൾ ഉത്തരം പറയാൻ പോകണ്ട. നമ്മൾ ഓടേണ്ട ഓട്ടം പറഞ്ഞാൽ മതി, യേശു നാമത്തിൽ പോ പിശാച് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതി, ഞാൻ അന്യന്റെ ശബ്ദം കേൾക്കത്തില്ല, ഞാൻ എൻ്റെ നല്ല ഇടയനായ കർത്താവിന്റെ ശബ്ദം കേൾക്കും. നമ്മൾ അത് ടച്ച് ചെയ്താണല്ലോ. അതുകൊണ്ട് നമ്മൾ കാഴ്ചയാൽ ഓടല്ല. നമ്മൾ ശരീരത്തിൽ സിംറ്റം കണ്ടാലും നമ്മൾ പറയണം, ഇല്ല ഇത് സിംറ്റം മാത്രമാണെന്ന് പറയണം. നമ്മൾ ഈ രോഗസൗഖ്യത്തിനെ കുറിച്ച് ചിന്തിക്കും, ഇതൊരു ഒത്തിരി ഒരു ക്രിറ്റിക്കൽ ഇഷ്യൂ. ഇത് എനിക്കൊന്ന് സ്റ്റാർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഒരു വട്ടം കൂടെ വരച്ചേക്കണം. നമ്മളൊരു രോഗത്തിനടുത്ത് യേശുവിന്റെ നാമത്തിൽ പോകാൻ പറഞ്ഞു കഴിയുമ്പം ആ സംഭവം അപ്പോഴേ തീർന്നു. വിശ്വസിക്കുമോ? നമ്മളൊരു ക്യാൻസറിന്റെ അടുത്ത്, അല്ലെങ്കിൽ എയ്ഡ്സിന്റെ അടുത്ത്, അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലമിന്റെ അടുത്ത് നമ്മൾ പറയാ യേശുവിന്റെ നാമത്തിൽ ഗെറ്റ് ലോസ്റ്റ്, കിഡ്നി ബി ഹീൽഡ്, ഹാർട്ട് ബി ഹീൽഡ്, എയ്ഡ്സ് ലീവ്, മൈ ഇമ്മ്യൂൺ സിസ്റ്റം ഗെറ്റ് ഹീൽഡ് എന്ന് നമ്മൾ യേശുവിന്റെ നാമത്തിൽ ഒരു വാക്ക് പറഞ്ഞു കഴിയുമ്പം എന്ത് സംഭവിക്കുന്ന അറിയുമോ? ആ പ്രശ്നം അവിടെ ഇല്ല. ഇറ്റ് ഇസ് റിയലി നോട്ട് ദെയർ എനിമോർ. ആ ഒരു പോയിന്റിലോട്ട് മനസ്സിലായോ? നമ്മള് ഫിക്ടറിയുടെ നമ്മൾ ആ ഒരു പാരബിൾ നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലെ? കർത്താവ് അത്തിയെടുത്ത് സംസാരിച്ച ഒരു വിഷയം. കർത്താവ് ആ അത്തിയെടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പം എന്തു പറ്റി? അപ്പോഴേ അതിന്റെ കാണാത്ത വേര് പോയി കട്ടായി അല്ലെ? പക്ഷെ നമ്മൾ അത്തി ഡെഡായിട്ട് കാണുന്ന എന്നാ അടുത്ത ദിവസം പീറ്റർ പട്ടണമാണ് നമ്മൾ കാണുന്നത്, 24 hours കഴിഞ്ഞ് അല്ലെ? അപ്പം ആ റൂട്ടിന്റെ ഡെത്ത്, കാണാത്ത മണ്ഡലത്തിലുള്ള ആ ഡെത്ത്, ആ മരണം, അത് നമ്മൾ കാണുന്നത് നമ്മൾ 24 hours കഴിഞ്ഞ്. അപ്പം നമ്മളൊരു കാര്യത്തിന്റെ പുറത്ത് വിശ്വാസത്താൽ നമ്മൾ സംസാരിക്കുമ്പം അപ്പോഴേ അതിന്റെ റൂട്ട് കട്ടായി. ആ റൂട്ട് അപ്പോഴേ ഡ്രൈ ആയി കട്ടായി. അവിടുന്ന് പിന്നെ അത് കാണണമെങ്കിൽ ഇച്ചിരി നേരം എടുക്കും. ഇത് ഞാൻ നേരത്തെ ഷെയർ ചെയ്തു, പക്ഷെ ഞാൻ ഇച്ചിരി കൂടെ തറപ്പിച്ചു പറയാം. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പച്ചയായിട്ട് നിൽക്കുന്ന ഇലയിലല്ല ആയിരിക്കില്ല. നമ്മൾ ആദ്യമായിട്ട് കാണണം. ഞാൻ ആ ഒരു വിഷയത്തിന് മുകളിൽ ഒരു പ്രാവശ്യം സംസാരിച്ചതാ, അതിനായിട്ട് സ്തോത്രം മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായി? അതുകൊണ്ട് നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കില്ല, കർത്താവെ എനിക്ക് തരണേ, കർത്താവെ എനിക്ക് തരണേ, കർത്താവ് എനിക്ക് രോഗസൗഖ്യം തരണേ, കർത്താവ് എനിക്ക് രോഗസൗഖ്യം തരണേ. നമ്മൾ പിന്നെയും പറയുമ്പോൾ എന്തെന്നറിയുമോ? നമ്മൾ പിന്നെയും ആ അത്തിയുടെ റൂട്ട് പിന്നെയും റീകണക്ട് ചെയ്യുക. ആണ് നമ്മൾ കാഴ്ചയിൽ ഓടില്ല. ഓക്കെ, നമ്മളിപ്പം റോമൻസ് 10:17 എന്തുവാ പറയുന്നത്? റോമൻസ് 10:17 വായിച്ചേരെങ്കിലും. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബൈബിള് വായിക്കണം, നമ്മൾ ഇച്ചിരി ഉറക്കം വായിക്കണം. നമ്മൾ പ്രത്യേകിച്ച് ഹീലിംഗിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹീലിംഗ് സ്ക്രിപ്ചർ എടുത്തു വെച്ച് നമ്മൾ അതേ വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പം വിൽ ബി ഏബിൾ ടു സീ ദാറ്റ് ദൈവവചനം നമ്മൾ എത്രയും കൂടുതൽ കേൾക്കുന്നു അത്രയും കൂടുതൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഒത്തിരി ക്രൂഷ്യലായിട്ടൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. നമ്മൾ ഫെയ്ത്ത് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഒരു റൂമിനകത്തിട്ട് കയറി ലൈറ്റ് ഓൺ ചെയ്തിട്ട് ലൈറ്റ് ഓൺ ചെയ്യാൻ സ്വിച്ച് ഇടുമ്പം നമുക്ക് ലൈറ്റ് എത്തും അല്ലേ? നമ്മൾ അതിനെപ്പറ്റി രണ്ടാമത് ചിന്തിക്കുന്നില്ല. അപ്പം നമ്മുടെ വിശ്വാസം ആ രീതിയിൽ വേണം ഓപ്പറേറ്റ് ചെയ്യാൻ.
ഓക്കെ, നമ്മൾ വചനം ധ്യാനിച്ചു, നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഉറപ്പായി കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ചുമ്മാ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അങ്ങ് അകത്തോട്ട് കയറി പോകും. ഓക്കെ, ശരീരത്തിലൊരു സിംറ്റം അനുഭവിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ നാമത്തിൽ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മളങ്ങ് പോകും. അപ്പൊ നമുക്ക് ലൈറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് വിശ്വാസത്തെ ഉറപ്പില്ലെങ്കിൽ എന്നാ പറ്റും അറിയുമോ? സ്വിച്ച് ഓൺ ചെയ്താൽ ലൈറ്റ് ഓൺ ആകത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് ഓൺ ആവും, ചിലപ്പോൾ ലൈറ്റ് ഓൺ ആവും. നമ്മളൊരു 100 പേർക്ക് വേണ്ടി സാധാരണ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാൽ 3-4 പേര് അതിനകത്ത് ഹീൽഡ് ആവും. ഞാനത് ഒത്തിരി ക്ലിയർ ആയിട്ട് കണ്ടൊരു കാര്യമാണ്. ഞാൻ ചില ഇന്റർസെസറി പ്രേയേഴ്സിന് പോയിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊരു ലിസ്റ്റ് ഉണ്ട്, ഒരു ലിസ്റ്റ് വെച്ചാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ ലിസ്റ്റിനകത്ത് അനേക രോഗികളുടെ വിഷയമുണ്ട്, അനേക മക്കളില്ലാത്തവരും പല. കർത്താവെ ഇവരെ സഹായിക്കണേ, കർത്താവെ ഇവരെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ 6 മാസം കഴിഞ്ഞ് 2 പേര് ആ ലിസ്റ്റിൽ നിന്ന് പോകും. പക്ഷെ 10 പേരും കൂടെ ആ ലിസ്റ്റിലോട്ട് ആഡ് ഇടാം. മനസ്സിലായോ? പക്ഷെ നമുക്ക് വിശ്വാസത്താൽ പ്രാർത്ഥിക്കാമെങ്കിൽ ഈ ലിസ്റ്റ് എംപ്റ്റി ആയിത്തീരും. മനസ്സിലായോ? എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ ലൈറ്റ് വന്നിരിക്കും. സ്വിച്ച് സംശയിച്ച് ഓൺ ചെയ്താൽ ആത്മീയത്തില് കർത്താവിന്റെ കൃപയും കൊണ്ട് ചിലപ്പം 4 പ്രാവശ്യം ലൈറ്റ് ഓൺ ആവും. പക്ഷെ ബാക്കി കർത്താവ് പറയാം, ഇവിടെ നീ പഠിക്കണം, നീ പഠിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, നമ്മൾ കൂടുതൽ ടെസ്റ്റിമണീസ് കേൾക്കുമ്പോൾ അതാ സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ടെസ്റ്റിമണീസ് കേൾക്കുമ്പോൾ നമുക്ക് ഹോപ്പ് കിട്ടും. പക്ഷെ നമ്മൾ വചനം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം വരും. ഇത് വേറൊരു പ്രിൻസിപ്പിളാ. ഒരു ടെസ്റ്റിമണി കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയെ കിട്ടുന്ന വിശ്വാസമല്ല. പക്ഷെ നമ്മൾ വചനം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാവും. നമുക്കൊരു ടെസ്റ്റിമണി കിട്ടുമ്പോൾ വിശ്വാസം എന്നുള്ളത് എന്തോ, ഫെയ്ത്ത് ഇസ് എ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ, അല്ലേ? അതിന്റെ മലയാളം അങ്ങനെ കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പ് നിശ്ചയം. അപ്പം വിശ്വാസം കാണാത്തൊരു കാര്യത്തിനെ കുറിച്ചുള്ളൊരു ഉറപ്പാ. സജീവ കേൾക്കത്തില്ല. കട്ടായി കേൾക്കത്തില്ല. സജീവ കേൾക്കത്തില്ല. എന്ത് സംഭവം? ഇല്ല, പറ, ഇപ്പം കേൾക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാകുന്നു. ആശിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പാ, അല്ലേ? അപ്പൊ നമുക്കൊരു ആശയില്ലെങ്കിൽ നമുക്ക് അത് സ്റ്റെപ്പ് 1 ആ സ്റ്റെപ്പ് ഒരു ഹോപ്പ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് അതിന്റെ മുകളിൽ യാഥാർത്ഥ്യം കിട്ടുന്നത്, അല്ലെ? ഫെയ്ത്ത് ഇസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ. ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു ഹോപ്പ് ഉണ്ടെങ്കിൽ ആ ഹോപ്പ് യാഥാർത്ഥ്യമാകുന്നതാണ് വിശ്വാസം. അപ്പൊ ഒരു ടെസ്റ്റിമണി കേൾക്കുമ്പം നമുക്ക് ഹോപ്പ് ലഭിക്കും. പക്ഷെ ഹോപ്പ് മാത്രം പോരാ. എത്രയോ പേരുണ്ട്, അല്ലെ? കർത്താവ് എനിക്ക് രോഗസൗഖ്യം തരുമെന്ന് പറഞ്ഞുകൊണ്ട് കുഴിക്കകത്ത് എത്രയോ പേര്, എനിക്കറിയാം പലരെയും. മനസ്സിലായി? കാര്യം എന്തുവാ? അവർക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കത് വചനത്തിലോട്ട് ബിൽഡപ്പ് ചെയ്ത് കയറാൻ പറ്റിയില്ല. മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ ഹോപ്പ് മാത്രം ഇച്ചിരി പിടിച്ചോണ്ട് നിന്നാൽ എന്നാ പറ്റുമെന്ന് അറിയുമോ? നമ്മുടെ ഹോപ്പ് പയ്യെ ആടാൻ തുടങ്ങും. ബിക്കോസ് നമ്മളൊന്നും കാണുന്നില്ല. അത് എൻ്റെ അടുത്തിട്ട് നമുക്ക് രോഗസൗഖ്യം ശരീരത്തിൽ അനുഭവിക്കണമല്ലോ, ഇല്ലേ? അപ്പം നമ്മൾ ഒരു തലകറക്കം പോയെന്ന്, അല്ലെങ്കിൽ ഒരു ക്യാൻസർ പോയെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് നിന്നാൽ ഒരു ദിവസം അത് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കണം, ആണല്ലോ? കർത്താവ് എനിക്ക് രോഗസൗഖ്യം തന്നു എന്ന് പറഞ്ഞു ഞാൻ കുഴിക്കാത്തുള്ള ഒരു വല്ല കഥയുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ കണ്ടിരിക്കും. മനസ്സിലായേ? അതിനൊരു ചെറിയൊരു കാലാവധി കാണും, പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കണം. നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് എന്താണെന്ന് അറിയുമോ?
നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സ് പോകുമ്പം നമുക്ക് സന്തോഷം വരും, നമുക്കൊരു സമാധാനം വരും. അത് കർത്താവ് കൈകാര്യം ചെയ്തതാണല്ലോ, ഞാൻ കൈകാര്യം ചെയ്തതാണല്ലോ എന്ന് നമ്മൾ എഴുതി തള്ളും. പിന്നെ നമ്മുടെ മനസ്സങ്ങോട്ട് പോകത്തില്ല. പിടികിട്ടിയ? You will have joy when you think about the problem you're dealing with, if you've dealt with it. Okay? നമ്മള് അത് ഫെയ്ത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങളായിരുന്നു. നമ്മള് ഇനി ഒരു പവർ ഡയമെൻഷനിലോട്ട് പോവാം. പവർ, ഓക്കെ. നമ്മുടെ പെന്റിക്കോസ്റ്റൽ വേൾഡ്, നമ്മളിപ്പോ ഐ തിങ്ക് ദിസ് ഇസ് ദ 4th സെഷൻ അല്ലേ? ഐ തിങ്ക് ലെറ്റ്സ് സീ വേർ വി ഗോ. ഓക്കെ, നമ്മൾ ഓർക്കും നമുക്ക് സ്പിരിച്വലി നമുക്ക് പവറിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് ഓർക്കും. നമ്മുടെ പെന്റിക്കോസ്റ്റൽ വേൾഡിൽ പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഭൂതബാധയുള്ള ഒരു വ്യക്തി എടുത്ത് ഒരു ഭൂതബാധ ഇറക്കാൻ വേണ്ടി ഒരു പാസ്റ്റർ പോവാണെങ്കിൽ പൊതുവെ എന്നെ ചെയ്യും? ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും അല്ലേ? ഇല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് 3 ദിവസം ഉപവസിക്കണം, 3 ദിവസം പ്രാർത്ഥിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ മുകളിൽ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മുടെ പെന്റിക്കോസ്റ്റൽ വേൾഡ് ഫെയിൽ ചെയ്തൊരു ബിഗ് ടൈം ഫെയിലിയർ ഉള്ളൊരു ഏരിയ അത്. നമുക്ക് കർത്താവ് പവർ തന്നിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ ഉപവസിക്കുന്നതിന്റെ പുറത്താണ് നമ്മുടെ പവർ ഇരിക്കുന്നത്. ഉപവസിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ അടുത്തോട്ട് വരുക. ഓക്കെ, നമ്മൾ ഡ്രോയിങ് ക്ലോസർ ടു ഗോഡ്. നമ്മൾ വചനത്തിനോട് അടുത്ത് വരിക, നമ്മുടെ ജീവിതം കർത്താവിന്റെ വചനപ്രകാരമാക്കി തീർക്കുക നമ്മൾ ഉപവസിക്കും. അല്ലാതെ ഒരു നേരം പട്ടിണി കിടക്കുമല്ല. മനസ്സിലായി? ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി ഉപവസിക്കുമായിരുന്നു. പക്ഷെ ഞാനിപ്പോ അങ്ങനെ ഉപവസിക്കാറില്ല. പക്ഷെ ചില സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അടുത്ത് പറയും യു മസ്റ്റ് ഫാസ്റ്റ് എന്ന് പറയും. ആൻഡ് ദാറ്റ് ഈസ് വെരി വെരി റയർ. ഉപവസിക്കുന്ന ഒരു ബോഡിക്ക് നല്ലതാ, അത് വേറെ കേസ്. പക്ഷെ നമുക്ക് സ്പിരിച്വൽ ഡയമെൻഷനിൽ നമ്മൾ വചനത്തിനോട് കൂടുതൽ അലൈൻഡ്. ഐസയ 53 അത് പറയുന്നുണ്ട്. 58 ഫാസ്റ്റിങ്ങിനെ പറ്റിയുള്ള ചാപ്റ്റർ. നമ്മുടെ അടുത്ത് കർത്താവ് ഫാസ്റ്റ് ചെയ്യാൻ പറയുന്നത് പവറിന് വേണ്ടിയല്ല. മനസ്സിലായി? നമ്മള് കർത്താവിന്റെ മക്കളായ സ്ഥിതിക്ക് ഓർത്ത് നോക്കുക, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? ആ കുഞ്ഞു ഒരു നേരമോ 2 നേരമോ ഉപവസിക്കുകയോ നമുക്ക് എന്തെങ്കിലും കൊണ്ട് തരുന്നോണ്ടാണോ അവർക്ക് നമ്മുടെ വീട്ടിനകത്ത് ഫ്രീഡം ഉള്ളത്? അല്ലല്ലോ. അവര് മക്കളായിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഫ്രീഡം ഉണ്ട്. അവര് ഉപവസിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ആണോ? നമ്മൾ പേരൻസിനെ കൊണ്ട് 10 രൂപ കൊടുക്കുന്നതുകൊണ്ടാണോ നമുക്ക് വീട്ടിനകത്ത് അതോറിറ്റി ഉള്ളത്? അല്ല. അപ്പൊ നമുക്ക് ആത്മീയ ലെവലില് കർത്താവ് പറയുന്നുണ്ട്. ലൂക്ക് 10:19 എന്ത് പറയുന്നു? Behold, I have given you power to പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തത്തില്ല. നമ്മുടെ വിശ്വാസം ഈ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഒന്നും നമുക്ക് ഒരു വിധത്തിലും ദോഷം വരുത്തത്തില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നു? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അപ്പൊ നമ്മള് ഒരു ഡീമണെ കാസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 3 ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണ്ട. നമ്മള് സൈറ്റൻ ആണെങ്കിൽ ഭയങ്കര സ്മാർട്ടാണല്ലോ. ഇവൻ മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിസപ്ഷനിൽ കൂടെയാണ്. നമ്മളെ ഡിസപ്ഷന്റെ ഇക്വലന്റ് വേർഡ് എന്താ മലയാളത്തിൽ? വഞ്ചനയാണ് ഡിസപ്ഷൻ. നമ്മളെ വഞ്ചിച്ച ഇവൻ നമ്മുടെ മുകളിൽ അതോറിറ്റി എടുക്കുന്നത്. ഓക്കെ, അപ്പോഴിവൻ പറയും, എടാ നീ കഴിഞ്ഞ 2-3 ദിവസത്തിനകത്ത് ആ പാപം ചെയ്തില്ല, അതുകൊണ്ട് നിനക്ക് ഈ ഭൂതബാധ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പാസ്റ്റേഴ്സ് ചിലര് ഈ ഭൂതബാധ ഇറക്കാൻ ചെല്ലുന്നവരുടെ കേസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഭൂതബാധ ഇളകും ഈ 2-3 പാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരടുത്ത് പറയും, എടാ നീ ഇന്നലെ മറ്റേത് കാണിച്ചല്ലേ, മിണ്ടല്ലെന്ന് പറയും.
അപ്പം പാസ്റ്റർ പേടിച്ച് മിണ്ടാതിരിക്കും. പാസ്റ്റർ എന്താ അറിയത്തില്ല, പാസ്റ്ററിന്റെ ബലത്തിലല്ല നിൽക്കുന്നുള്ള കാര്യം പുള്ളിക്ക് ഉറപ്പില്ല. മനസ്സിലായോ പറഞ്ഞ? നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല ഭൂതം ഇറങ്ങി ഓടുന്നത്. നമ്മൾ കർത്താവിന്റെ അതോറിറ്റി നിൽക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഏത് ഭൂതം ഇറങ്ങി ഓടും, സാത്താൻ ഉൾപ്പെടെ ഇറങ്ങി ഓടും. മനസ്സിലായോ? ഏത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ആത്മീയ ഓപ്പറേഷൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എടാ നീ അത് ചെയ്തില്ലേ, അവിടെ നീ മിണ്ടണ്ട. അടുത്ത പറയും, എടാ നീ ആ ദിവസം അത് ചെയ്തില്ലേ, നീ ഇത് ചെയ്തില്ലേ, എല്ലാൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മാടക്കി പിന്നെ പോകുന്ന അവിടെ കിടക്കത്തുള്ളൂ. ആർക്കും ബലമില്ല. അപ്പൊ ഇവര് പറയും, ഞാൻ പോയി 3 ദിവസം പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എന്റെ പാവം ക്ഷമിക്കണം, എന്റെ പാവം ക്ഷമിക്കണം, എന്റെ പാവം ക്ഷമിക്കണം 10 ദിവസം എന്ന് പറയും. അവർക്ക് ഒരുമാതിരി ഒരു ബോധം ഉണ്ടാകും കർത്താവ് ക്ഷമിച്ചു. പിന്നെ വരുമ്പോൾ ഈ സംഭവമാണ്. ബിക്കോസ് സൈറ്റൻ പിന്നെ അത് നമുക്ക് ആ ഒരു ലെവലിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ നീതി എന്റെ നീതി അല്ല എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഏത് ബോധത്തിനെയും കൈകാര്യം ചെയ്യാൻ പറ്റും. ബൈബിളിൽ പറയുന്ന വി ആർ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. കർത്താവിന്റെ നീതിയാണ് നമുക്ക് നീതീകരണം തന്നത് കർത്താവിന്റെ സന്ധിയിൽ. അതുകൊണ്ട് നമുക്ക് പവറിന്റെ ഒരു വിഷയമല്ല. മാത്യു 28:18 എന്നെടുത്തേ, 18, 19, 20. അത് ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമാണല്ലോ. മാത്യു 28:18. വായിച്ചു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. 18 യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് സകല അധികാരവും നിങ്ങൾക്ക് ഞാൻ തന്നു. ഓക്കെ, ഇനി അധികാരമൊന്നും തരാനില്ല, ഉള്ളതെല്ലാം തന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ച് പാടുപെടില്ല. ഐ മീൻ ഈ രോഗസൗഖ്യം, ഞാൻ ഭൂതബാധയുടെ കാര്യം പറയാൻ, രോഗം നമ്മുടെ ഇതുപോലെ തന്നെ സംസാരിക്കും. എടാ നീ വിശുദ്ധിയായിട്ടല്ല ജീവിക്കുന്നത്. നീ വിശുദ്ധിയായിട്ട് ജീവിക്കാത്തത് കൊണ്ട് നീ പറഞ്ഞ ആ വചനത്തിന് പവറില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. യേശു നാമത്തിൽ കോൾഡ് പോ എന്ന് പറയും, സൈറ്റിന് അതുവഴി വന്നിട്ട് പറയും, എടാ അല്ലെങ്കിൽ എടി നീ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, അവിടെ ഞാൻ പോകത്തില്ല പറയാം. അപ്പൊ നമ്മൾ പറയും, ഓക്കെ ഞാൻ ഇനിയും വിശുദ്ധി ജീവിക്കാം. വിശുദ്ധി ജീവിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കില്ല. പക്ഷെ നമ്മുടെ വിശുദ്ധിയിലല്ല നമ്മുടെ പവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് രണ്ടാ. പിടികിട്ടിയോ? നമ്മുടെ വിശുദ്ധിയിലല്ല നമ്മുടെ ആത്മീയമായിട്ടുള്ള അതോറിറ്റി. നമ്മളിപ്പം കണ്ടല്ലോ, സകല അധികാരം കർത്താവ് നമുക്ക് നിൽക്കുക. മാർക്ക് 16:16 എടുത്തേ. മാർക്ക് 16:17 വായിച്ചേ. 17 and 18. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. എന്റെ നാമത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവര് ഇതൊക്കെ ചെയ്യും. അവര് വിശ്വസിക്കുന്നവരാൽ ഓക്കെ, അവരെന്ത് ചെയ്യും? രോഗികളുടെ മുകളിൽ കൈവയ്ക്കും, അവർക്ക് രോഗസൗഖ്യം വരും. ഇവിടെ പറഞ്ഞിട്ടില്ല ഇവര് കൈവയ്ക്കുന്നതിന് മുന്നേ 3 ദിവസം ഉപവസിക്കണം, പുതിയ നിയമം മുഴുവൻ കാണാപ്പാടായിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്നവരല്ല. എന്ത് വിശ്വസിക്കുന്നവരാൽ? യേശു ക്രിസ്തു കർത്താവാണെന്ന് വിശ്വസിക്കുന്നവരൊരാൾ വിശ്വസിച്ചാൽ, കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ ഓർക്കും ഭൂതബാധ ഇറക്കുന്ന ആത്മീയത്തിന് അങ്ങേ അറ്റത്ത് ചെന്നിട്ടാണ്. തെറ്റിദ്ധാരണ ഇത്.
ഇതൊക്കെയാ സൈറ്റൻ നമ്മളെ കൊണ്ടിട്ട് കുഴയ്ക്കുന്ന കുറെ വിഷയങ്ങൾ. കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് യേശുക്രിസ്തു കർത്താവാന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ വിശ്വാസം എന്ന് പറയാൻ കാരണം, ഇന്ന് രാവിലെ ഒരാൾ വിശ്വാസത്തിൽ വന്നാൽ ആ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അതോറിറ്റി ഉണ്ട്, രോഗങ്ങളെ ഓടിക്കാനുള്ള അതോറിറ്റി ഉണ്ട്. പക്ഷെ സൈറ്റൻ എന്താ നമ്മുടെ ഇതൊക്കെ എന്ന് പറയുന്നത്, പോരാ നീങ്ങും ആയിട്ടില്ല, ഇനി ഉണ്ട് കുറെ ഓടാൻ. ഒരു 10 വർഷം കഴിയട്ടെ ആത്മീയത്തിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിയട്ടെ. നീ പാസ്റ്റർ അല്ല, നീ പ്രവാചകനല്ല, നീ അപ്പോസ്തലനല്ല, നീ സഭയിലെ മൂപ്പനല്ല, നീ ആര് ഇത് കഥ പറയും. അപ്പൊ നമ്മള് ഓക്കെ ഞാൻ മിണ്ടത്തില്ല കേട്ടോ. സൈറ്റൻ എടുത്ത് പറയും, സൈറ്റൻ താങ്ക് യു, നീ പറഞ്ഞ കേട്ടല്ലോ എന്ന് പറയും. യേശുനാഥ് പോടാന്ന് പറഞ്ഞാൽ അവന് ഓട് കയറി. യേശുനാമം അവിടെ വ്യത്യാസം വരുത്തുന്നത്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, കഥയല്ല അത് യാഥാർത്ഥ്യമാണ്. ഒരു പുള്ളി ഈ ഭൂതബാധയുടെ കാര്യം പറയാൻ, ഭൂതബാധ രോഗം ഇതെല്ലാം ഇൻക്ലൂഡ് ആണല്ലോ, ഇതെല്ലാം സെയിമാ, ഓരോ ഡിഫറെന്റ് ഫേസസിന്നേ ഉള്ളൂ. മനസ്സിലായി? ഒരു പുള്ളി ഭൂതബാധ ഇറക്കുക, ഓക്കെ, ആദ്യമായിട്ടാ പുള്ളി പോയി ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ പാട് വിട്ട് കഴിഞ്ഞപ്പോ അവസാനം ഈ ഭൂതം ഇറങ്ങി. ഓക്കെ, ഭൂതം ഇറങ്ങി പുള്ളി തിരിഞ്ഞു നടക്കുക. അപ്പോഴീ പുള്ളിക്കാരി ഒരു സ്ത്രീയുടെ മുകളിൽ നിന്ന് ഭൂതബാധ ഇറക്കി. ആ സ്ത്രീ പുള്ളിയെ പുറകിൽ നിന്ന് വിളിച്ചു, പാസ്റ്ററെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുള്ളി ഓർത്തു, ഷടാ പിന്നെ വീണ്ടും കേറിയോ, എനിക്കിനി 3 മണിക്കൂർ കൂടെ ഇല്ല സമയം കളയാൻ. അപ്പം ഈ പുള്ളിക്കാരി പറയാം, പാസ്റ്ററെ നിങ്ങൾ ആ ഭൂതബാധ ഇറക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് ഈ ഭൂതങ്ങൾ അകത്തിരുന്ന് സംസാരിക്കുന്നതെന്ന് എനിക്ക് കേൾക്കാം. അപ്പൊ ഒരു ഭൂതം മറ്റേതിനടുത്ത് പറയാം, എടാ ഇച്ചിരി കൊണ്ടൊന്ന് പിടിച്ചിരിക്കുക, ഇയാൾക്ക് എത്ര ഉറപ്പില്ല ഞാൻ പുള്ളി പറഞ്ഞ നമുക്ക് പോണമെന്നുള്ള പുള്ളിക്ക് വലിയ ഉറപ്പില്ല. അതായത് ഈ പാസ്റ്ററോ ഈ ദൈവത്തിന്റെ ദാസന് ഈ ഭൂതത്തിന്റെ അടുത്ത് ഇറങ്ങാൻ പറയുമ്പം ഇറങ്ങണം എന്നുള്ളത് ഈ പുള്ളിക്ക് അറിയത്തില്ല, ഇറങ്ങുമെന്നുള്ളത്. മനസ്സിലായേ? അതുകൊണ്ട് ഇച്ചേനോട് പിടിച്ചിരിക്കുക, പുള്ളി ഒരു പക്ഷെ ഇട്ടിട്ടങ്ങ് പോകും. അങ്ങനെയാണെങ്കിൽ കൂടെ തന്നെ കഴിയാം, നമുക്ക് പോകേണ്ട കാര്യത്തില്ല. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മൾ രോഗത്തിനടുത്ത് പോകാൻ കൽപ്പിക്കുമ്പം നമുക്ക് ആ ഒരു ഉറപ്പില്ലെങ്കിൽ രോഗം പറയും ഇച്ചിരി നമുക്കൊന്ന് ഇരിക്കാം, ചിലപ്പോൾ ഇയാൾ ഇട്ടിട്ട് പോകും. മിക്കവാറും നമ്മളെല്ലാവരും ആ ഒരു പോയിന്റ് ഇട്ടിട്ട് പോകും, ആണല്ലോ. അപ്പം നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. നമുക്ക് പവറിന്റെ ഒരു വിഷയമല്ല, നമുക്ക് അതോറിറ്റിയുടെ വിഷയമല്ല. നമുക്ക് കർത്താവ് പവർ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഷെയർ ചെയ്ത എക്സാമ്പിൾ എന്റെ മനസ്സിൽ വരുന്നത്, ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലെക്ചർ എന്താ പറയുന്നത്, ഇങ്ങോട്ട് ഫെൻസ് പണിയാൻ പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതോടെ. ഫെൻസ് പണിയാൻ പോയപ്പം അവിടെ ഒരു വലിയൊരു ബുള്ളുണ്ടായിരുന്നു അല്ലേ. ആ ബുള്ള് ഇവരെ ശല്യപ്പെടുത്തി. വലിയ ബുള്ള്, 1500 കിലോ വെയിറ്റ് ഉള്ള ബുള്ളിനെ ഇവര് ആ ഫാമിലോട്ട് ഇറങ്ങി അവരിച്ചിട്ട് കാർപ്പൻട്രി പണിക്ക് പോയത്. ഈ ബുള്ളിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം പുള്ളി വരെ നോക്കി വഴി പതയോ ഒലിപ്പിച്ച് തറയൊക്കെ മാന്തി ആ ബുള്ളും തൊട്ടാ ഈ പുള്ളി പറഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞു, അത്ര വലിയ ബുൾസാണ്. അപ്പൊ അടുത്ത ദിവസം ഈ പുള്ളി ചെറിയൊരു പടക്കം കൊണ്ടുവന്നു, നല്ല പവറുള്ള ചെറിയൊരു പടക്കം. ഈ ബുള്ള് അടുത്തോട്ട് വരുന്നപ്പോഴത്തേക്ക് ഈ പുള്ളി ആ കുന്തം കത്തിച്ച് ഇതിനടിയിലോട്ടിട്ട് ഈ പടക്കം പടോന്ന് പൊട്ടി ഈ 1500 കിലോ വെയിറ്റ് ഉള്ള ബുള്ള് പേടിച്ച് ആകാശത്തിലോട്ട് ഉയർന്നു. മോളിൽ നിൽക്കുമ്പോൾ തന്നെ ഓടാൻ ആ തറയെ വന്നിട്ട് എപ്പോഴത്തേക്കും ഇത് ഫാമിന്റെ മറ്റതിഥി എന്ന്. അടുത്ത അവര് ഒരാഴ്ചയോ 10 ദിവസം കണ്ട് പണിഞ്ഞു. ഈ ബുള്ള് ആ ഫാമിന്റെ മറ്ററ്റത്ത് നിന്നിട്ട് ഇവര് നോക്കത്തേ ഉള്ളൂ, പേടിച്ചു. നമ്മുടെ കർത്താവ് നിൽക്കുന്ന പടക്കമാ, അല്ലാതെ ബുള്ള എന്നെ തൊടല്ലേ പ്ലീസ്, ഞാൻ പാവാണേ, ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞിരിക്കാനല്ല. അത് നമ്മള് യേശുനാഥ് ഠാന്ന് പറയുമ്പോഴത്തേക്കും ഓടും അന്തം വിട്ട്. നമുക്ക് കർത്താവ് ഒത്തിരി പവർ തന്നിട്ടുണ്ട്. നമ്മള് ഉറക്കെ പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ നൈഫ് കേൾക്കുന്നില്ല, കേക്കാവോ? ഞാൻ എപ്പോഴും ഓർക്കുന്നത്, നമ്മളെ നൈഫ് യൂസ് ചെയ്യുമ്പം
ആ ചതിക്ക് അത് വെച്ച് കട്ട് ചെയ്യാനാണ് അതിന്റെ യൂസ് എന്ന് നമുക്ക് അറിഞ്ഞാലേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ആ ഒരു നൈഫ് എടുത്ത് ബോക്സിൽ തന്നെ വെച്ച് അത് എന്തിനാന്ന് അറിയാതെ നമുക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ പവർ അറിയണം ആദ്യം. അതെന്തിനാണ് നമ്മുടെ കയ്യിൽ തന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് എല്ലാം കട്ട് ചെയ്യാം. അതുപോലെ തന്നെ വചനത്തിന്റെ ആ ഒരു ശക്തി നമ്മുടെ ബലത്തിൽ ഒന്നുമല്ല. അത് യേശുവിന്റെ നാമം പറയുമ്പോഴാ ചേഞ്ചും ഹീലിങ്ങും സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു ബോൾഡ്നെസ്സും കിട്ടുന്നത്, ആ ഒരു ധൈര്യവും പറയാനുള്ള ഒരു ഇത്. അതെ, സത്യം. ജെയിംസ് 4:7 എടുത്തേ. ജെയിംസ് 4:7 വായിച്ചു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴ്പ്പെടുവേൻ, ദൈവത്തിന് കീഴ്പ്പെടുവേൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ സൈറ്റൻ എന്ത് പറയുന്നറിയോ? നമ്മുടെ ഈ വേഴ്സിനെ പറ്റി വന്നിട്ട് പറഞ്ഞു, എടാ നീ ഇന്നലെ കീഴ്പ്പെട്ടില്ല, അപ്പൊ ഈ ഒരു വചനം ആപ്ലിക്കബിൾ അല്ല. നമുക്ക് അങ്ങനെ ഒരു വിരള് സൈറ്റിൽ നമ്മുടെ ചൂണ്ടിയാൽ നമ്മൾ എന്ത് പറയണം? ഞാൻ കർത്താവിനടുത്ത് ക്ഷമ ചോദിച്ചു, കർത്താവിനെ ക്ഷമിച്ചു, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ. ഓക്കെ, എന്നെ കർത്താവ് നീതീകരിച്ചു. അതുകൊണ്ട് നിനക്ക് എൻ്റെ അടുത്ത് കഥ പറയാൻ ഒരു ചുക്കുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് കീഴ്പ്പെട്ട ഒരു വ്യക്തിയാ. ഞാൻ നിന്നെ എതിർത്ത് നിൽക്കുക, എന്നാൽ നീ ഈ നേരത്തെ ഈ ബുൾ ഓടിയ പോലെ നീ എന്നെ വിട്ട് ഓടിപ്പോ. അവിടെ യൂസ് ചെയ്തേക്കുന്ന ഫ്ലീ എന്നുള്ള വേർഡ് വിട്ട് ഓടിപ്പോന്നുള്ള ചുമ്മാ ഓട്ടമല്ല. അതിന്റെ ഗ്രീക്ക് ടേം പേടിച്ച് അന്തം വിട്ട് ഓടുന്നതല്ല. പുറകെ ഒരു ആർമി ഒരുത്തിനെ കൊല്ലാൻ വേണ്ടി ഓടിക്കുവാണെങ്കിൽ എങ്ങനെ ഓടും? അതുപോലെ സൈറ്റനും ഡീമൺസും ഓടുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് പവറിന്റെ ഒരു വിഷയമല്ല. നമുക്ക് കർത്താവ് പവർ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ പവറിന്റെ ഒരു വിഷയം കൊണ്ട് നമുക്ക് അതിജീവിക്കേണ്ടിയ അതിജീവിക്കാതെ ഒരു വിധത്തിലും ഫെയിൽ ചെയ്തില്ല. വി വിൽ ഓൾവേസ് ഓവർകം ബിക്കോസ് ദർ ഇസ് എൻ അബണ്ടൻസ് ഓഫ് പവർ. ഓക്കെ, പ്രത്യേകിച്ച് ആക്ട്സ് ചാപ്റ്റർ 180 പറയുന്നുണ്ടല്ലോ. ആക്ട്സ് ചാപ്റ്റർ 180 പരിശുദ്ധാത്മാവ് വരുന്നതിന്റെ അഭിഷേകത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ച് നിങ്ങൾ എല്ലായിടത്തും പോകും. ഓക്കെ, അപ്പൊ സൈറ്റൻ എന്ത് പറയുന്നറിയാലോ? സൈറ്റൻ പറയും, നീ അന്യഭാഷ സംസാരിക്കുന്നില്ല, നിനക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല, കോട്ട് അൺകോട്ട് ഇല്ല, അതുകൊണ്ട് നിനക്ക് ശക്തി ഇല്ല എന്ന് നമുക്ക് പറയും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളെല്ലാം കർത്താവ് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് പാമ്പുകളെയും തേളുകളെയും ചവിട്ടാനുള്ള അധികാരം തരുന്നു. അത് കർത്താവ് ആഴ്ത്താ പറഞ്ഞേ, ശിഷ്യന്മാരടുത്താ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഇതിനെ പുറത്താക്കാൻ പറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചാൽ അത്രയും കൊണ്ട് ഈസിയറാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, ആരും നമ്മുടെ മുകളിൽ കൈവച്ചിട്ടില്ല. അതൊരു കേസ്. രണ്ടാമത്തെ കേസ്, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി താല്പര്യപ്പെട്ടു, ആരെങ്കിലും കൈവച്ചു, നമ്മൾ സംസാരിച്ചില്ല. ഓക്കെ, അന്യഭാഷ സംസാരിച്ചില്ല. അന്യഭാഷ സംസാരിക്കാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചില്ല എന്നല്ല. അന്യഭാഷ നമ്മൾ സംസാരിച്ചത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു എന്ന് മനസ്സിലായി. Speaking in tongues is a sign that you've received the baptism of the Holy Spirit. അന്യഭാഷ സംസാരിക്കുമ്പോൾ അതൊരു അടയാളമാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചെന്ന്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ടങ്സിൽ സംസാരിക്കുന്നതല്ല.
മനസ്സിലായോ? പിടികിട്ടിയോ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു എന്നുള്ള അടയാളം ആണ് അന്യഭാഷ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ടങ്സിൽ സംസാരിച്ചില്ല, ആരെങ്കിലും പ്രാർത്ഥിച്ചുവെങ്കിലും യു ആക്ച്വലി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ സംസാരിച്ചില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഒരാള് വിശ്വാസത്തോടെ മറ്റൊരാളുടെ മുകളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ ദൈവം കള്ളം പറയുന്നതല്ല, അപ്പോഴേ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മള് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ, ടങ്സിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചിലർ സംസാരിക്കും, ചിലർ സംസാരിക്കത്തില്ല. പക്ഷെ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി. ഓക്കെ, അപ്പം പവറിന്റെ വിഷയം അതുകൊണ്ട് ലിമിറ്റഡ് അല്ല. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മ കുഴഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മള് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചിട്ടില്ല എങ്കിൽ തന്നെ ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് കർത്താവിനെ ഹൃദയം വിശ്വസിക്കാൻ ഇങ്ങോട്ട് ഏറ്റുപറയാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പവർ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് പവറിന്റെ വിഷയമല്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. സൈറ്റൻ നമ്മളെല്ലാം കുഴയ്ക്കുന്നൊരു സംഭവം ഇതുവഴി പവറില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഐ തിങ്ക് വി വിൽ സ്റ്റോപ്പ് ഹിയർ. എന്തെങ്കിലും, എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച കൊണ്ട് മിക്കവാറും ഈ ഒരു ഹീലിംഗിന്റെ ഇത് തീരണം. അടുത്ത ആഴ്ച അബൌട്ട് സ്റ്റാൻഡിങ് ആൻഡ് റിസീവിങ്ങിനെ കുറിച്ച് നമ്മളിപ്പം പല ഡയമെൻഷൻസ് നമ്മൾ ഈയിടെ ഇതിൽ കൂടെ നമുക്ക് പറ്റി, സോഴ്സ് നോക്കാൻ പറ്റി, നമുക്ക് ജ്ഞാനത്തിന്റെ ഒരു വിഷയം നോക്കി, നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള പ്രോമിസസ് നോക്കി, വിശ്വാസത്തിന്റെ ഡയമെൻഷൻ നോക്കി, പവറിന്റെ ഡയമെൻഷൻ നോക്കി. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ഒന്ന് നമ്മൾ എക്സസൈസ് യുവർ അതോറിറ്റി, ഹൗ ടു സ്റ്റാൻഡ് ഓൺ ദ വേർഡ്. അത് രണ്ടും കൂടെ മാത്രമേ ഉള്ളൂ. സോ ഇതുകൊണ്ട് യു ഷുഡ് ബി ഔട്ട് ഫ്രം എനി സിക്നസ്. ഈ പ്രിൻസിപ്പിൾസ് തന്നെ യു ക്യാൻ അപ്ലൈ ഫോർ ഫൈനാൻസസ്. ഈ പ്രിൻസിപ്പിൾസ് തന്നെ യു ക്യാൻ അപ്ലൈ ഫോർ ഗുഡ് റിലേഷൻഷിപ്സ്. മനസ്സിലായോ? സൈറ്റും നമ്മുടെ മുകളിൽ കൊണ്ട് കുടഞ്ഞിട്ട ചപ്പിനും ചവറിനും എല്ലാം ഈ പ്രിൻസിപ്പിൾസ് എല്ലാം എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. ഈ വാള് തന്നെ അങ്ങോട്ടും യൂസ് ചെയ്യാം, ഇങ്ങോട്ടും യൂസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ട്? ടെസ്റ്റിമണി ആയിട്ടോ വല്ലതും എന്തെങ്കിലും? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. എങ്ങനെയുണ്ടോ നമ്മുടെ അപ്പുറത്തെ വിജയാന്റിക്ക് എങ്ങനെയുണ്ട്? വിജയാന്റിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. പ്രൈസ് ഗോഡ്, ആമേൻ. നമ്മളെല്ലാം പ്രാർത്ഥിച്ചാണല്ലോ, ഓർക്കുന്നുണ്ടോ? ഞങ്ങളുടെ നെയ്ബർ ആ പുള്ളിക്കാരി വയ്യാതെ അകത്ത് വെളി പോലും ഇറങ്ങാതെ അകത്ത് കിടക്കുമായിരുന്നു. മമ്മി പ്രാർത്ഥിച്ചു, നമ്മളെല്ലാം പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു. എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് ഇപ്പൊ. ആമേൻ. പുള്ളിക്കാരി കഞ്ഞി പോലും കുടിക്കാൻ വയ്യാതെ കിടക്കുമായിരുന്നു അല്ലേ? അതെ അതെ. ഞാനിന്ന് ഉണ്ണിക്കുട്ടനെ വിളിച്ചായിരുന്നേ. അപ്പുറത്തെ പുള്ളിക്കാരിയുടെ കൊച്ചുമോനത്. അല്ലല്ല, ഞാൻ അന്ന് ബസ്സിൽ പോയപ്പോ കണ്ടപ്പോ പറഞ്ഞ, ബസ്സിൽ പോയപ്പം കണ്ടില്ലേ ഒരു പയ്യനെ പ്രാർത്ഥിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ? വളർച്ചയില്ലാത്ത അവനെ എന്ത് ഞാൻ വിളിച്ചോണ്ടേ പറഞ്ഞവന് ടോട്ടൽ 150 സെന്റിമീറ്റർ ഉണ്ടെന്നിപ്പോ. 5 അടിയായില്ലേ? സംസാരിച്ചു. സ്തോത്രം. ഇത് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അവന്റെ ശബ്ദത്തിലും ഒരു പുരുഷനായിട്ട് വളരുന്നു. ഒരു 7 വയസ്സുള്ള കൊച്ചിന്റെ വളർച്ചയുള്ളായിരുന്നു അവന്. 7 വയസ്സിന്റെ അല്ലേ? 12ലാ പഠിക്കുന്നേ. സ്തോത്രം. ഇത് നമ്മുടെ അധികാരം, ഇത് നമ്മുടെ അവകാശമാണ്. സൈറ്റൻ നമ്മുടെ കഥ പറഞ്ഞ് എടുത്തോണ്ട് പോയല്ലോ. അതുകൊണ്ട് എന്നാ ചെയ്യണം? നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും സിംറ്റം വരുമ്പോൾ ഇപ്പൊ നല്ലൊരു സമയമാണ് ഇത് എക്സസൈസിന്. ഇഷ്ടംപോലെ ആൾക്കാർ കോവിഡ് ഉണ്ട്. ഓക്കെ, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചാൽ മിക്കവാറും ആരും പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ല. ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മനസ്സിലായോ? സൈറ്റന് ഇത് ലോകത്തിനെ കൊല്ലുക്കാൻ കൊണ്ടുവന്നെങ്കിൽ ഓർത്ത് നോക്ക്, ഈ കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡിക്ക് കൂടുമായിരുന്നോ? ഇങ്ങനെ ചിന്തിക്കുമായിരുന്നോ? നമുക്കൊരു ബൈബിൾ സ്റ്റഡിക്ക് കൊണ്ടു, പക്ഷെ അപ്പോൾ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് എവിടെയെങ്കിലും ഒരു വീട്ടിലോ റൂമിലോ എവിടെയെങ്കിലും കൂടാം, ഇല്ലേ? നമ്മൾ ലോകത്തിന്റെ 4 സൈഡിൽ നിന്നാണ് നമ്മളെല്ലാം കൂടെ കൂടിയേക്കുന്നത്.
മനസ്സിലായോ? ഇതല്ലാതെ ഇന്റർനെറ്റ് വഴി കേൾക്കുന്ന എത്രയോ പേരുണ്ട്. ചിന്തിക്കത്ത് പോലും ഇല്ലായിരുന്നു. യൂട്യൂബിൽ കൂടെ. അതുകൊണ്ട് നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാ. സേറ്റന്റെ ആത്മീയം നമ്മുടെ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ കർത്താവ് അതിന്റെ മുകളിലാ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള രോഗികൾക്ക് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇച്ചിരി മെഡിറ്റേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഗോ ആൻഡ് ബി ബോൾഡ് ആൻഡ് ഗോ ആൻഡ് സ്പീക്ക്. സീ ബിഗ് ചേഞ്ച്. നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ അത് ഉടനെ കണ്ടില്ലെന്നിരിക്കും. സൈറ്റൻ എപ്പോഴും ചെയ്യുന്നത് എന്തെന്നറിയാമോ? നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏറ്റവും ആദ്യം ഇറങ്ങുമ്പം സൈറ്റൻ ആണെങ്കിൽ നമ്മളെ ഇട്ട് കുഴയ്ക്കും. കുഴച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കോൺഫിഡൻസ് പോകും. പക്ഷെ നമ്മൾ ദൈവവചനത്തിൽ ആവശ്യത്തിന് നമ്മൾ ദൈവവചനം ധ്യാനിച്ച് കൺഫസ് ചെയ്ത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഈ കുഴച്ചിലിനകത്ത് നമ്മൾ വീഴത്തില്ല. 10 പേർക്ക് രോഗസൗഖ്യം കിട്ടിയില്ല എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിർത്തല്ല. കാര്യം എന്തോ? ഇത് വെളിപ്പെട്ടിരിക്കും. ബിക്കോസ് കർത്താവിന്റെ വചനം ഒരിക്കലും മാറ്റമില്ലാത്തതാണ്, ഒരിക്കലും തെറ്റുന്നതല്ല. ഇന്ന് നമ്മൾ കണ്ടില്ലെങ്കിൽ നാളെ നമ്മൾ കണ്ടിരിക്കും. നമ്മൾ ഒരാളെ മരിച്ചവരിൽ ഉയർത്തി, ഞാൻ ഇതുവരെ എനിക്ക് ഉറപ്പില്ല, ഒരു പുള്ളിക്കാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ആ പുള്ളിക്കാരി പിന്നെ പറഞ്ഞു, ഞാൻ പോയതായിരുന്നു തിരിച്ചു വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത് മാത്രമേ ഉള്ളൂ കൺസിസ്റ്റന്റ് ആയിട്ട് കാണാത്തത്. പക്ഷെ നമ്മൾ മരിച്ച 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ 10 പേര് എഴുന്നേറ്റില്ല എങ്കിലും നിർത്തല്ല. ബി അറ്റ് ഇറ്റ്. ഓക്കെ, ഇപ്പൊ മരിച്ചവരുടെ ആ സ്റ്റേറ്റിലോട്ട് പോകണ്ട. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് യു ക്യാൻ ഡു ദാറ്റ്. ഞാൻ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യല്ല. ജസ്റ്റ് ഗോ ഹെഡ്, ഫീൽ ബോൾഡ്. ഈയിടെ ഞാനൊരു കേക്കത്തില്ല. ഈയിടെ ഞാനൊരു ടെസ്റ്റിമണി കേട്ടായിരുന്നു. പുള്ളിയൊരു അപ്പം എനിക്കൊന്ന് തളർന്നു കിടക്കുന്ന ഒരു കൊച്ച് അതിന് പ്രാർത്ഥിക്കാൻ. കേക്കത്തില്ല. ഇപ്പൊ കേക്കാം. ഒരു പാസ്റ്റർ ഒരു കൊച്ചിന് വേണ്ടി, ഒരു തളർന്നു കിടന്ന ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതൊരു എനിക്കൊന്ന് ആ പുള്ളിയുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ എന്തോ ട്രാവൽ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പം പുള്ളി പോയി, കുറെ നാള് പോയി, 1 വർഷം കഴിഞ്ഞു, വന്നിട്ട് ഒരു ചേഞ്ചും വന്നില്ല. അപ്പോഴും പുള്ളി വിശ്വസിച്ചു, ദൈവം നീ എന്നോട് പറഞ്ഞാണല്ലോ. പുള്ളി എല്ലാ ദിവസവും പോയി, എനിക്ക് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയോ പോവും, വചനം പറയും, അതിനെ ബലപ്പെടുത്തും, അങ്ങനെ പോരും. മീൻസ് ഹീലിങ്ങിനുള്ള സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ എല്ലാം വായിച്ചിട്ട്. പെട്ടെന്ന് ഒരു ദിവസം പുള്ളിക്ക് ഒരു കോൾ വന്നു, അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചു, ആ കൊച്ചിന് വയ്യാതെ വന്നു, നിങ്ങൾക്ക് അതിനെ കാണണമെങ്കിൽ ഇപ്പൊ വരണാലേ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും പുള്ളി പറഞ്ഞു, ദൈവം നീ എന്നോട് പറഞ്ഞാണല്ലോ, വചനം ഉണ്ടല്ലോ, ഹീലിംഗ് ഞാൻ തന്നിട്ടുണ്ടെന്ന്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. അന്ന് പുള്ളി പറഞ്ഞു, പിറ്റേ ദിവസം അവർ വിളിച്ചു പറഞ്ഞു ആ കൊച്ചു എഴുന്നേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഹീൽഡ് ആയി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സൈറ്റൻ പല കഥകളും പറയും. ഡോണ്ട് ബിലീവ് ഹിസ് ലൈസ്, ഹി ഈസ് എ ലയർ. അപ്പൊ ആ പുള്ളി പറയാ, ഞാനന്ന് അത് ഗിവപ്പ് ചെയ്ത് ഞാൻ പോവാതിരുന്നിരുന്നെങ്കിൽ അന്ന് ആ ഇത് കാണത്തില്ലായിരുന്നു എന്ന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയി പ്രാർത്ഥിക്കാൻ ഒരു എൻകറേജ്മെന്റും കൂടെ ഈ ഒരു ടെസ്റ്റിമണി എന്ന് എനിക്ക് തോന്നുന്നു. ശരി, അപ്പം വിൽ സ്റ്റോപ്പ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അടുത്ത പ്രാവശ്യം കോൾഡ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിംറ്റം വരുമ്പോൾ, ഒരു ചുമ വരുമ്പോൾ യേശുനാമത്തിൽ പാൻ പറയണം. ഓക്കെ, അങ്ങനെ പറഞ്ഞ് യു വിൽ സീ എ ഡിഫറൻസ്. ആ ഒരു വ്യത്യാസം കണ്ടു കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം പിന്നെയും അത് എക്സസൈസ് ചെയ്യണം. നമ്മളത് കൂടുതൽ ചെയ്യുമ്പോൾ യു വിൽ സീ യുവർ ഫെയ്ത്ത് ലെവൽ റൈസിങ്. ഓക്കെ, ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? ആര് പ്രാർത്ഥിക്കും? മമ്മി പ്രാർത്ഥിക്കണോ? സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഈ നല്ല സമയത്തിനായി അടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഈ കോവിഡിന്റെ കർത്താവേ പ്രയാസത്തിന്റെ നടുവില് അടിയങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കർത്താവേ അവസരം കർത്താവെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. അനേകർക്ക് കർത്താവെ ഒരു മുഖാന്തരമാക്കി തീർത്തതിനായി സ്തുതിക്കുന്നു കർത്താവെ. അവിടുത്തെ കൂടുതലായിട്ട് അറിയുവാൻ കർത്താവെ, അവിടുത്തെ രുചിച്ചറിയുവാൻ അടിയങ്ങൾക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് അവിടുത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഏവരെയും അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, വിശ്വാസത്തോടു കൂടി എന്ത് കൽപ്പിച്ചാലും അത് സംഭവിക്കുമെന്ന്
അവിടുത്തെ തിരുവചന അടിയങ്ങളെ പഠിപ്പിച്ചതിനായി അടിയങ്ങളെ അവിടുത്തെ സ്തുതിക്കുന്നു കർത്താവെ. ശിഷ്യന്മാര് പ്രാർത്ഥിച്ചതുപോലെ അടിയങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാന് കർത്താവെ ഈ ദിവസങ്ങളിൽ സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. വിശ്വസിച്ചുകൊണ്ട് ഈ മല നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മല തീർച്ചയായിട്ടും നീങ്ങിപ്പോകുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. അവിടുത്തെ വചനത്തിന്മേൽ കർത്താവെ അടിയങ്ങൾക്ക് എല്ലാവർക്കും അധികാരം നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങളെ കർത്താവെ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയോട് അപേക്ഷിക്കാവുന്ന കർത്താവെ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഏവരുടെയും കർത്താവെ മധ്യത്തില് അവിടുന്ന് ഉള്ളതിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവെ. നന്ദിയോടെ സ്തോത്രം. വചനം സംസാരിപ്പാൻ പൈതലിനെ ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം. കൊടുത്തിരിക്കുന്ന എല്ലാ സാക്ഷ്യങ്ങൾക്കായിട്ടും സ്തോത്രം കർത്താവെ. അടിയങ്ങൾക്ക് ഓരോ ദിവസവും കർത്താവെ തരുന്ന സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം കർത്താവെ. രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, ഭൂതം ബാധിച്ചവര് കർത്താവ് ഭൂതത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ. അതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏത് പ്രശ്നങ്ങൾക്കും അവിടുത്തെ സന്നിധിയില് കർത്താവെ വിടുതലുള്ളതിനായി അടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവെ. സംശയിച്ച് നിൽക്കാതെ കർത്താവെ അടിയങ്ങള് കർത്താവെ വചനം എടുത്ത് ഉപയോഗിക്കുവാൻ അടിയങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അടിയങ്ങൾക്ക് പേഴ്സണലായിട്ട് ചിലരൊന്നും അറിയില്ല എങ്കിലും കർത്താവിന്റെ നാമത്തിൽ അടിയങ്ങൾ അവരെയൊക്കെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എവിടെയായിരുന്നാലും അവിടുത്തെ തിരുസന്നിധിയോടെ അടുത്ത് ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏത് ലഭിച്ചതായിട്ടുള്ള നല്ല അവസരത്തിനായി സ്തോത്രം. വചനം കർത്താവെ എടുക്കുമ്പോൾ ദൈവമേ അത് വേണ്ട വിധം കർത്താവെ വിളമ്പുവാൻ ദൈവമേ മകനെ അവിടുന്ന് അധികാരപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവെ. ശിഷ്യന്മാര് കർത്താവെ ശേഷിച്ച കഷ്ണങ്ങൾ പെറുക്കിയെടുത്തതുപോലെ കർത്താവെ അടിയങ്ങൾക്ക് ശേഷിപ്പിനെ നല്ല നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ ആരുടെയും കുറവുകൾ ഓർക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളും ബലഹീനരും കർത്താവെയാകുന്നു എങ്കിലും അവിടുന്ന് കർത്താവെ അടിയങ്ങളെ ശക്തനാക്കുമ്പോൾ അടിയങ്ങൾ ശക്തരാകുമെന്ന് അടിയങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വിശ്വസിപ്പാൻ തക്കവണ്ണം ഈ വചനങ്ങളൊക്കെ അടിയങ്ങളൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ട കൃപകൾക്കായ സ്തോത്രം. പ്രാർത്ഥന ഒന്നുകൊണ്ട് കുറവുകളെ ക്ഷമിക്കണമേ, മാനം മോത്തോടെ നിന്ന് എടുത്തുകൊള്ളണമേ. ഇനി അടിയങ്ങളെ കാണുമ്പോഴേക്കും അവിടുത്തെ അൻപുള്ള കാര്യങ്ങൾ അടിയങ്ങളെ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ഓർത്തോണം, നമുക്ക് പവർ ഉണ്ട്, പവർ തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നമുക്ക് അധികാരമുണ്ട്, അധികാരം തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. ഓക്കെ, ആൻഡ് ബി സ്ട്രോങ്. ഗോഡ് ബ്ലസ് യു.